എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെ നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് കേരളം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ജീവനോടുകൂടി തന്നെ ഇനി എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അർജുന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ശിരൂരിലെ അപകടത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവൻ തന്നെ എങ്ങനെയെങ്കിലും ഒരുപാട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ആളെ രക്ഷപ്പെടുത്താനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമത്തിനൊരു ഫലം എന്നോണം ആ മനുഷ്യൻ ജീവനോടുകൂടി തന്നെ വരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈഫ്, കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടമാണ്. കാരണം ആ കുഞ്ഞ്, അതിന്റെ അച്ഛൻ ഇന്ന് വരും നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ. എനിക്ക് ആളുടെ മാനസികാവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇത്രയും ദിവസം ആളത് എങ്ങനെയാണ് ജീവിച്ച് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ ആൾക്ക് വേണ്ടിയിട്ട്. ആൾ ജീവനോടുകൂടി തന്നെ വരുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രാർത്ഥിക്കാം. ഇപ്പോ ലോറി കിട്ടി, ലോറി കാണാൻ സാധിച്ചെന്ന്, ലോറിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയെന്നൊക്കെ അറിയുന്നുണ്ട്. എനിക്ക് പേടിയാ സത്യം പറഞ്ഞാൽ ന്യൂസ് നോക്കാൻ. കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളതാണോ കേൾക്കാൻ പോകുന്നത് ഒരു ഭയം. കാരണം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആൾക്ക് വേണ്ടിയിട്ട്. ആള് ജീവനോടെ, ആ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്. ആള് ജീവനോട് കൂടി തന്നെ വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാപത്തും കൂടാതെ തിരിച്ച് ആ വീട്ടിലെ നായകനെ പോലെ തന്നെ തിരിച്ചു വരുന്നതിനായിട്ട്.